ബാവേ ബാവേ അച്ഛൻ പോവുക കേട്ടോടാ. അടുത്ത ആഴ്ച വരും. അടുത്ത ആഴ്ച വന്ന് കേട്ടോ. പോട്ടെ അച്ഛൻ. അമ്മ പോട്ടാടാ ചെറുക്കാ. പോട്ടാ പോട്ടാ. അച്ഛൻ പോയിട്ട് വരാം കേട്ടോ. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും വരും. മരിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തോ ചെയ്യുന്നത്? പെട്ടെന്ന് മറക്കാൻ ശ്രമിക്കും അല്ലേ? ആ ഓർമ്മകൾ നമ്മളെ വേട്ടയാടി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും പോവും, അല്ലെങ്കിൽ നമ്മളായിട്ട് ചുറ്റുപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ബാധിക്കും ഒത്തിരി. അതുകൊണ്ട് നമ്മൾ മാക്സിമം മറക്കാൻ ശ്രമിക്കും. പക്ഷേ ഇവിടെ ഒരു അച്ഛനും അമ്മയും ആ മകൻ്റെ വേർപാട് അവർ ഒരുപാട് തളർത്തി. ആ മകൻ്റെ വേർപാടിൽ നിന്നും മാറാതെ ഇപ്പോഴും ഈ ശവക്കോട്ടയിൽ ജീവിക്കുകയാണ്. കണ്ടോ, ചുറ്റും വിജനമായിട്ടുള്ള നല്ല കാടാണ്, ഒരു മനുഷ്യനും ഇല്ല, മാഞ്ചാതിയില്ല. ഇനിയാണ് നിങ്ങളെ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നത്. ഇതേ കണ്ടോ, ഡോക്ടർ സൂരജ് കൃഷ്ണ. കാരണം ഇദ്ദേഹം ഡോക്ടറിന് പഠിച്ചിട്ടില്ല, MBBSന് പോയിട്ടില്ല, അല്ലെങ്കിൽ വേറെ അങ്ങനെയുള്ള ഡോക്ടർ കോഴ്സ് ഒന്നും പാസ്സാവാതെ ഡോക്ടറായ മനുഷ്യനാണ് ഈ സൂരജ്. അതെങ്ങനെയാക്കിയെന്ന് അറിയാമോ? ഈ അച്ഛനും അമ്മയും ഈ മകൻ്റെ മരണത്തിന് ശേഷം ഇവനെ ഡോക്ടറാക്കാൻ വേണ്ടി ശ്രമിച്ചു. കാരണം ഇവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഡോക്ടറാവണമെന്നുള്ളത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം ഈ അച്ഛനും അമ്മയും കൂടി ഒരു പ്രതിജ്ഞ എടുത്ത് ഇവനെ എങ്ങനെയെങ്കിലും ഡോക്ടറാക്കണമെന്നുള്ളത്. ഇനി അടുത്ത ചോദ്യം, എങ്ങനെ ഒരാളെ ഡോക്ടറാക്കാൻ പറ്റുമല്ലേ? ആ ചോദ്യമാണ് ഇന്ന് നിങ്ങൾ അറിയാൻ പോകുന്നത്. ശരിക്കും പറയാം, ഇനി നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നൊമ്പരപ്പെടുന്ന കാഴ്ചയാണ്. ഈ മകൻ്റെ ശവക്കല്ലറയിൽ ആഹാരം കഴിച്ച് ഇവന് വാരിക്കൊടുത്ത് ഈ മകൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കുചേരുന്ന ഒരു അച്ഛനും അമ്മയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ആ മകൻ്റെ ശവകുടീരത്തിന് വേണ്ടി ഉള്ള പൂജയും കർമ്മങ്ങളും അവൻ്റെ പുഷ്പങ്ങളും ഒക്കെ അർപ്പിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും വരുന്നുണ്ട്. ഒരുപാട് നൊമ്പരപ്പെടുന്ന അതെ കണ്ട, ഈ അച്ഛനും അമ്മയും ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ കണ്ണുനീർ തൂകുന്ന കാഴ്ചയിലേക്കാണ് പോകുന്നത്. അവന് ഇഷ്ടപ്പെട്ട പൂക്കളുകൾ, അവന് ഇഷ്ടപ്പെട്ട ആഹാരം, അങ്ങനെ എല്ലാ സെറ്റപ്പോടെയാണ് ദൈവം വരുന്നത്. ഇതാണ് അച്ഛാ മകൻ്റെ ഇഷ്ടം. അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞ് ഇനിയാണ് ശരിക്കും പറയാം എൻ്റെയും കൂടെ വലിയൊരു സങ്കടം നടന്ന കാഴ്ചയാണ്. അവന് ഇഷ്ടപ്പെട്ട പൂക്കൾ, അവൻ ആഹാരം എല്ലാം കൊണ്ട് വാ മേ ചോദിക്കട്ടെ, വാ കരയല്ലേ അമ്മേ, എന്നെ കൂടെ വിഷമിപ്പിക്കല്ലേ, വാ എല്ലാ ശരിക്കും പറഞ്ഞാൽ കരയല്ലേ അമ്മ, വാ കരയല്ലേ. ഇതെല്ലാം ആഹാരമല്ലേ അല്ലേ? അല്ലേ? ഇതെന്താ ഈ പൂക്കളെന്താ? ഇത് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അവൻ ഈ ഫ്ലവർ കോമ്പറ്റീഷനൊക്കെ പോകുമായിരുന്നു, ഈ കനവ് കുന്നിൽ കിടന്ന് അതിലൊക്കെ പോകുമായിരുന്നു. അപ്പൊ അവനാണ് ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, എനിക്ക് ഇവർക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം നമ്മളിവിടെ വരുമ്പം അവിടെ പോയി ഇതിനൊക്കെ പൂ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ വെക്കാറുണ്ട്. എല്ലാ ആഴ്ചയും നമ്മൾ വരും, ഇതിലേക്ക് വൃത്തിയാക്കിയിടും, അവൻ്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കും. അവന് ആഹാരം കൊടുത്തിട്ട് പോകുന്നല്ലേ? അതെ, അവൻ ആഹാരം ഇവിടെ വെക്കും, വെച്ച് കൊടുത്തിട്ട് പോകത്തുള്ളൂ. കഴിച്ചിട്ടേ പോകത്തുള്ളൂ. അത് തീർച്ചയായിട്ടും. ഇന്നത്തെ ദിവസം നമ്മളിവിടെ തന്നെയാണ് ചെലവാക്കുന്നത്, ഫുഡ് കഴിക്കുന്നത്. വീടിനടുത്ത് അടക്കില്ലല്ലേ? വീടിനോട് ചേർന്ന് അടക്കില്ല. 4 സെന്റ് സ്ഥലമേ ഉള്ളായിരുന്നു. കോർപ്പറേഷനിൽ നമ്മൾ അങ്ങനെ അടക്കുന്നെങ്കിൽ ഞാൻ തിരക്കിയപ്പം 16 സെന്റ് സ്ഥലം വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്കിവിടെ 22 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. നമ്മളെ അമ്മ എനിക്ക് തന്നതായിരുന്നു, നമുക്ക് തന്നതാണ്. നമ്മളൊരു ഇവിടെ അപ്പം കുഴപ്പമില്ല, ആർക്കും ഒരു വിഷയമില്ല. പക്ഷെ വേറെ കാര്യം, അതുവരെ നിങ്ങളുടെ ചൂട് പറ്റി കിടന്ന് നിങ്ങളുടെ നിഴലായിട്ട് കിടന്ന മകൻ അനാഥമായിട്ട് ഈ പ്രദേശത്ത് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇവൻ ഇവിടെ ഇല്ലല്ലോ, നമ്മളെ കൂടെ ഇവൻ വരികയല്ലേ, അങ്ങനെ തിരിച്ചു കൊണ്ടുവരും. ഇവൻ ഇവിടെ ഇപ്പം നമ്മളെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ എന്റെ കൂടെ തന്നെ ഇവൻ തിരിച്ചവിടെ വരും. ഇവൻ നമ്മളെ വിട്ട് പോയിട്ടില്ല. ഇവന്റെ ബോഡി മാത്രമേ ഇവിടെ ഉള്ളൂ. അത് നിങ്ങൾക്ക് എന്റെ വീട്ടിൽ വരുമ്പോൾ മനസ്സിലാവും ഇവന്റെ പ്രസൻസ് എന്താണെന്ന്. എന്തായാലും അച്ഛൻ ഇത്രയും മോൻ കാത്തിരിക്കുവാണ്, അവന് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു ഞങ്ങളായിട്ട് മുടക്കുന്നില്ല. അമ്മ ചെല്ല്, അവനിങ്ങനെ കാത്തിരിക്കുവാണ്. ഇത്രയും നേരം അമ്മ എന്തുകൊണ്ട് വൈകി? നമ്മളെല്ലാ ആഴ്ചകളിലും ഇവിടെ വന്ന് ചെയ്യുന്ന റൊട്ടൈൻ വർക്കാണ്. അവളിവിടെ എല്ലാം വെളിയിൽ തൂക്കും, അപ്പോഴത്തേക്ക് ഞാൻ ഇതെല്ലാം തുടയ്ക്കും. അച്ഛാ ഞാനൊരു കാര്യം ചോട്ടെ, അമ്മ ഇവിടെ വന്നേ. ഡോക്ടർ സൂരജ് കൃഷ്ണ എന്നുള്ള പേരാണ് കൊടുത്തേക്കുന്നത്. കാരണം ഇദ്ദേഹം ഡോക്ടറായിട്ട് MBBSോ BHMSോ BAMS ഒന്നും പഠിക്കാത്ത ഒരാളാണ് ഈ ഡോക്ടർ എന്നുള്ള പേര് കൊടുത്തേക്കുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച. എങ്ങനെയാണ് മകനെ ഡോക്ടറാക്കിയത്? ഇവൻ +2 വരയ്ക്കും ഇവന് ഡോക്ടറാവുന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. +2 പാസ്സാകാൻ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ എനിക്ക് ഡോക്ടറാവണം. അപ്പം ഞാൻ മോനോട് ചോദിച്ചു, മോനെ ഈ ഡോക്ടർ ആവാൻ നീ എന്താണ് ഡോക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞത്, ഞാനൊരു സർവീസിലിരുന്നൊരു വ്യക്തിയാണ്, ഞാൻ എക്സ് സർവീസ് മാനാണ്, ഞാൻ പട്ടാളത്തിരുന്നൊരു വ്യക്തിയാണ്. അവനോട് അച്ഛൻ പട്ടാളത്തിൽ നിന്ന് റിട്ടയർഡ് ആയ കാരണം അച്ഛൻ്റെ ആ ഒരു പട്ടാളം എന്നൊരു ഐഡന്റിഫിക്കേഷൻ അവിടെ നിന്നു. അച്ഛനൊരു എക്സ് സർവീസ് മാനായിട്ട് മാറി. പക്ഷേ ഞാനൊരു ഡോക്ടറായി കഴിഞ്ഞാൽ ഞാൻ മരിക്കുന്നവരേക്കും ഞാൻ ഡോക്ടർ തന്നെയാണ്. പക്ഷെ അവൻ ആ എൻട്രൻസ് എഴുതാൻ പോലും പറ്റിയില്ല. അപ്പോഴത്തേക്കാണ് എൻ്റെ മോന് ഒരു ഡ്രീമായിരുന്നു ഡോക്ടർ എന്നുള്ളത്. അപ്പം എനിക്കെന്തായാലും ഇനി അവനെ കൊണ്ടുവന്നൊരു ഡോക്ടറാക്കാൻ പറ്റത്തില്ലല്ലോ. അവൻ്റെ ആ ഡ്രീം, ഡോക്ടർ എന്നുള്ള ഡ്രീം ഇപ്പോഴും നമുക്ക് ഡോക്ടർ തന്നെയാണ്. ഒരു ഡോക്ടറാവായിരിക്കാൻ പറ്റത്തില്ല, നമ്മുടെ ബോർഡല്ലേ. അവനാണ് നമ്മൾ ഇവരുടെ പേര് ഡോക്ടർ എന്ന് വെച്ചത്. എല്ലാം ഡോക്ടറായിട്ട് അവനെ കണ്ടു കഴിഞ്ഞല്ലേ? ഗൂഗിളിന്റെ ആ ഒരു ലൊക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവൻ അതിൽ ഇട്ടതാണ്, ഞാൻ ഇട്ടതല്ല, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഡോക്ടർ സൂരജ് കൃഷ്ണ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവൻ എൻ്റെ വണ്ടിയിൽ ഞാൻ ആർമിയിൽ നിന്ന് അടിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞ് ഇത് മാറ്റിയിട്ടുണ്ട്, ഡോക്ടറിൻ്റെ സ്റ്റിക്കർ അടിക്കണം. അതൊക്കെ അവനൊരു പാഷൻ പോലെയായിരുന്നു ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ആഗ്രഹിച്ചൊരു കുട്ടിക്ക് എന്നാലും ഇനി എനിക്ക് അവനെ ഡോക്ടറാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇത് എനിക്ക് പറ്റുമല്ലോ. മരിച്ചതിന് ശേഷം അച്ഛൻ ഡോക്ടറാണ്. എന്തായാലും അവന് കൊടുക്കാനുള്ളത് കൊടുക്കട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാൻ. ഒരു നിമിഷം പോലും അവനെ വിട്ട് ഉള്ള ജീവിതം ഇല്ല അല്ലേ അച്ഛാ? ഇല്ല. ഞാൻ പട്ടാളത്തിലായിരുന്നപ്പോഴും
ഇവളാണ് കൂടുതൽ അവൻ്റെ അടുത്ത് അറ്റാച്ച്മെൻറ്റ്. ഞാൻ 17 വർഷം സർവീസ് ചെയ്തതാണ്. പക്ഷേ അതിനെക്കാട്ടി ഒരു വിഷമകരമായൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടാളക്കാർക്ക് 2 മാസം വർഷത്തിൽ ഇവരെ കളിയോ ചിരിയോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ 2013 റിട്ടയർഡായിട്ട് വന്നതിന് ശേഷം ഞാൻ ഇവനോട് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻറ്റായി. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇവനോട് സ്നേഹിച്ച് തുടങ്ങുമ്പോൾ ഞാൻ പോയി. അച്ഛന്റെ നെഞ്ചിലാണ് കിടക്കണത്. അച്ഛൻ സ്നേഹിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ വിട്ടുപോയല്ലേ? അച്ഛൻ ആ സ്നേഹം അറിയുന്ന മുമ്പ് അല്ലേ? സ്നേഹിച്ച് എപ്പോഴും തലേദിവസം നെഞ്ചി കിടന്നിട്ടാണ് പോയത്. അച്ഛനെടുത്ത് ഉമ്മ കൊടുത്ത് നമുക്ക് പറയാം. ഞാൻ അവനെ സ്നേഹിച്ച് തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു. സത്യം ഞാൻ പറയാം, ഒരു 1-2 വർഷമായിട്ടുള്ളൂ ഞാൻ അവന് ഇത്രയും ഡീപ്പായിട്ട്. എന്തുകൊണ്ട് പെട്ടെന്ന് ഈ മകൻ എങ്ങനെ മരിക്കുന്നത് എങ്ങനെയായിരുന്നു? അന്നത്തെ ദിവസം, അതായത് മോൻ മരിക്കുന്ന ദിവസം ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. ഒരു 12:50 ഇവിടെ കോള് വന്നിരിക്കും, ചേട്ടാ മോൻ വീണ് കിടക്കുന്നു എന്ന് പറഞ്ഞു. ബാത്റൂമിലോ? ബാത്റൂമിൻ്റെ വെളിയിലായിട്ട് ഒരു നമ്മൾ ബാത്റൂമിൽ വെളിയിലിറങ്ങുന്ന ഒരു പാസേജാണ്. അവിടെ ഇവ ഇങ്ങനെ കമന്ന് കിടക്കുന്നതായിട്ട് ഇവളെന്നെ വിളിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞടി അതെന്ത് പ്രശ്നം? ആ ചേട്ടാ അറിയത്തില്ല, ബ്ലായിൽ കൂടെ ബ്ലഡ് വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ആളുകളെല്ലാം കൂടി ചേർന്ന് ഇവനെ എടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് ഞാൻ തന്നെ ഡ്യൂട്ടി സ്ഥലത്ത് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. ഞാൻ അവിടെ തന്നെ പെർമിഷൻ മേടിച്ചിട്ട് ഇറങ്ങി. ഞാൻ വണ്ടിയിൽ ഇറക്കി ആരും എൻ്റെ അടുത്ത് പറയുന്നില്ല. അതിന് മുമ്പ് ഒരു ആശുപത്രി കിടന്നിട്ടേ ഇല്ല, ഒന്നുമില്ല, ഒരു അസുഖമൊന്നുമില്ല, ഒന്നുമില്ല. അവൻ പിന്നെ ഈ ഉറക്കമൊഴിയുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പിടിച്ച് മെഡിക്കൽ കോളേജിൽ വന്ന് ഞാൻ കാഷ്വാലിറ്റി ചെന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. മോൻ പോയി. ഇല്ല, വെളിയിൽ അത്രയും പേര്, അത് നമുക്കറിയാൻ പറ്റൂല. നമ്മൾ പരിചയക്കാരൊക്കെ ഇങ്ങനെ നമ്മളെ കാണുമ്പോൾ അപ്പോഴത്തേക്ക് മരിച്ചു മാറുന്ന ഒരു സീനുണ്ട്. അപ്പോൾ നമ്മളെ കാണുമ്പോൾ അവർക്ക് നമ്മുടെ വിഷമം. ഞാൻ ചിലപ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ ഒരു സ്ട്രെച്ചർ ഇങ്ങനെ കിടക്കുന്ന ഒരു രംഗം ഇത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഒരു ചുമന്ന ടീഷർട്ടും ഒരു ഗ്രേ കളർ കിടക്കുള്ള അവിടെ വീട്ടിലിരുന്ന ഒരു ഷോർട്ട്സും ഇവിടെ ഇങ്ങനെ വീർത്തിട്ടുണ്ടായിരുന്നു ഇവിടെ. പിന്നെ അപ്പോൾ ഇവളടുത്ത് ഈ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. ഇവളോട് പറഞ്ഞത് അവൻ ICUയിലോട്ട് മാറ്റിയെന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വീട്ടിലോട്ട് വിട്ടു. ഞാൻ ഈ ദുഃഖം അറിഞ്ഞുകൊണ്ടാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ ഇവൾ അറിയാൻ പാടില്ല, കാരണം പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്യത്തുള്ളൂ. 2 മണി 3 മണി സമയമാണ്, ഇവർ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ വിഷമം കൊണ്ട് വീട്ടിൽ വന്ന് ഇവളെ അറിയിക്കാനും പാടില്ല. എൻ്റെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരച്ഛനും വെള്ളം എൻ്റെ നെഞ്ചി കിടന്നങ്ങനെ കത്തുകയാണ്. കാരണം എനിക്ക് ഈ വിഷയം ഇവളെടുത്ത് പറയാൻ പറ്റത്തില്ല. ഞാൻ കരഞ്ഞാൽ ഇവള് അറിയും. പിറ്റേ ദിവസം 6 മണിയായപ്പോൾ ഞാൻ ഇവൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കി. ഞാൻ കരഞ്ഞു, എനിക്ക് പറ്റിയില്ല. ഞാനങ്ങ് കരഞ്ഞപ്പോഴാണ് ഇവളെൻ്റെ ബാക്കിൽ വന്ന് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവൾ കണ്ടുപിടിച്ചു. അപ്പോഴാണ് ഇവളറിയുന്നത്. ഒരു ദിവസം വരെ ഒരു മോൻ്റെ മരണം അറിഞ്ഞിട്ട് അത് മനസ്സിൽ വെച്ച് തെങ്ങി ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതൊന്നും അനുഭവിക്കുമെന്നവർക്കേ പറയാൻ പറ്റൂ. അനുഭവിച്ചറിയണം. അത് ഒരിക്കലും ഞാൻ തങ്ങളോട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ പ്രഷറോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അനുഭവിക്കുമ്പോൾ ഒരു നീറ്റലുണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഇന്നും ഈ നിമിഷം വരെ. പിന്നെ അവൻ 41 ദിവസം നിർമ്മാല്യം തൊഴുത് ശിവകോവില് ദൈവം നമ്മളെ കൈവെടിഞ്ഞ്. ഞാൻ എന്തായാലും അവന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഒരുപാട് താമസിക്കുന്നുണ്ട്, അവനിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരിക്കും. പെട്ടെന്ന് ചെയ്യാം. ശരി, ഇതൊക്കെ എന്താ വെച്ചാൽ അവനൊക്കെ ഇഷ്ടപ്പെട്ടതാണ്. അതൊക്കെ ലേസ് നോക്കി ആലോചിച്ച്, ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് ഇവർ ഇപ്പോഴും നോക്കുന്നത്. ലേസ്, ജിലേബി കണ്ടോ, മുട്ടായി. അപ്പോൾ അത്രത്തോളം ഒരു അച്ഛനും മകനും അല്ലെങ്കിൽ അമ്മയും മകനും തമ്മിലുള്ള സ്നേഹം നിങ്ങൾക്ക് ഊഹിക്കാം. മഞ്ച്, മിൽക്കി ബാർ, ഇതൊക്കെയാണ് കൊടുക്കുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്നേഹത്തിന് തീവ്രത എന്ന് പറയുന്നത്. അപ്പം അവന് ഇഷ്ടപ്പെട്ട പൂക്കൾ, ഈ പൂക്കളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ഒരു കോമ്പറ്റീഷൻ എവിടെ ഉണ്ടെങ്കിൽ അവൻ പോയി ചെയ്യുമായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ എന്താ തെളിഞ്ഞത്? പോസ്റ്റ്മോർട്ടത്തിൽ വന്നിട്ട് ഇത് അനൂറിസിസ് എന്നൊരു ഡിസീസാണ്. എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ആ പേര് കേൾക്കുന്നത് അന്ന്. അപ്പം ഞാൻ അതിനെപ്പറ്റി സെർച്ച് ചെയ്തപ്പം ഇത് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഈ തലയുണ്ടല്ലോ, മെയിൻ ഞരമ്പുണ്ടല്ലോ, ഈ ഞരമ്പിനകത്ത് നമ്മുടെ ഈ സൈക്കിളിൻ്റെ ബാൾ ട്യൂബ് ടയർ കയറി കഴിഞ്ഞാൽ ബാൾ ട്യൂബ് വെളിയിലോട്ട് വരുമല്ലോ, അതുപോലെ നമ്മുടെ ഈ മെയിൻ ഞരമ്പിൽ കയറി ഇങ്ങനെ ഒരു ഇത് ഫോം ആവും. ഈ ബൾജ് കണക്ക് ബ്ലഡ് ഫോം ആവും. ഫോമായിട്ട് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ കോമ സ്റ്റേജിലോട്ട് പോകും, അല്ലാന്നുണ്ടെങ്കിൽ അതർവൈസ് ഡെത്ത് ആവും. അതിന് മുമ്പോട്ട് ഒരു ലക്ഷണം കാണിച്ചില്ല, ഒന്നുമില്ല. ചിലപ്പോൾ ഇവൻ വീണ സമയത്തും ഈ അനൂറിസം പൊട്ടിയായിരിക്കാം, ഇവ അൺകോൺഷ്യസ് ആവും. ഇത് കണ്ടോ, ഇത് അതിൻ്റെ കൂട്ടത്തിൽ കണ്ടോ, മകനെ ഇഷ്ടപ്പെട്ടു. ഇത് പിന്നെ ഇത് അവിയലല്ലേ, അവിയൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനത്തെ അവന് ഇഷ്ടം. ഈ മുടി വളർത്തിയത് എന്തിനെന്നറിയാമോ? ക്യാൻസർ പേഷ്യന്റിന് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അവന്റെ കൂട്ടുകാരിക്ക് പത്തനംതിട്ട പാലക്കാടുള്ള ഒരു കുട്ടിക്ക് മുടി വളർത്തിയത്. അന്ന് എന്തൊക്കെ പറഞ്ഞ് 2 ഇഞ്ച് കൂടെ കഴിഞ്ഞിട്ട് അമ്മ വെട്ടിത്തരാമെന്ന് പറഞ്ഞു, വെട്ടി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ അന്തിന് വെട്ടണം, അച്ഛൻ വഴക്ക് പറയും എന്ന് പറഞ്ഞു. അച്ഛൻ അറിയാതെ രഹസ്യമായിട്ട് വളർത്തിക്കൊണ്ടിരുന്ന മുടിയായിരുന്നു. ദൈവം പെട്ടെന്ന് അങ്ങ് വിളിച്ചല്ലേ, ഒരു വാക്കുപോലും നിങ്ങളോട് ചോദിക്കാതെ ദൈവം തന്നെ കൊണ്ട്, വേറെ ആരുമല്ല. ദൈവം ഞങ്ങളുടെ ഇത്രയും ചതി ചെയ്ത്, ഞങ്ങൾക്ക് ഇനി ദൈവം ഇല്ല. അത്രത്തോളം മൂകാംബിയെ പോണ ദിവസമാണ് അന്ന് രാത്രി 7 മണിക്ക് മൂകാംബിയെ പോയി എൻ്റെ ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരുന്നു. അതിനൊരു വലിയൊരു ഫാക്ട് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസമാണ് ഞാൻ
ജോലി സ്ഥലത്ത് പോകാൻ വേണ്ടി ഇറങ്ങുന്നത്. അപ്പം നമ്മൾ ബുധനാഴ്ച മൂകാംബിക എൻ്റെ വണ്ടിയിൽ നമ്മുടെ വണ്ടിയിൽ മൂകാംബിക പോകാൻ വേണ്ടി ഇരിക്കുന്നത്. കാരണം ഇവന് മെയ് മാസത്തെ എൻട്രൻസ് ആയുള്ളൂ. എന്നിട്ട് മൂകാംബിക പോകാൻ വേണ്ടി എന്നപ്പോൾ ഇവൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതാവുന്നു. അങ്ങനെ നമ്മൾ മൂകാംബിക പോക്ക് നമ്മൾ നീട്ടി വെച്ചു. അതിൻ്റെ തലേ ദിവസമാണ് നമ്മൾ പോകാമെന്ന് പറയുന്നത്. തലേ ദിവസമാണ് എൻ്റെ മോൻ മരിക്കുന്നത്. നമ്മൾ രസമാണ്. രസം ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ രസം എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവനാണ്. അപ്പൊ ഇവന് കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടുന്ന് കഴിക്കുന്നല്ലേ? വീട്ടിലും അങ്ങനെ തന്നെ. ഇപ്പോഴും വീട്ടിൽ അങ്ങനെയാണോ? വീട്ടില് കാപ്പി ഉണ്ടാക്കും, പിന്നെ ഉച്ചയ്ക്ക് ഊണും. ഇവന്റെ കാപ്പി എടുത്ത് ഇവിടെ ഡൈനിങ് ടേബിൾ വെച്ചിട്ട് അവന്റെ റൂമിൽ പോയി അവനെ വിളിച്ചിട്ട് വന്നിട്ട് നമ്മൾ കഴിക്കാറുള്ളൂ. ആ കാപ്പി ഞാൻ കഴിക്കും, അല്ലെങ്കിൽ ഇവൻ കഴിക്കും. അവൻ വരണത് ഞാൻ കാണാറുണ്ട്. അമ്മ കാണാറുണ്ടോ? കാണാറുണ്ട്. ഇങ്ങനെ ഒരു വാക്ക് പറയും പോലെ തോന്നും. അമ്മ എന്നൊരു വാക്ക് മാത്രം എനിക്ക് മിക്കവാറും ഞാൻ അനുഭവിക്കുന്നു. 20 വയസ്സല്ലേ ഉള്ളായിരുന്നല്ലേ? 19 വയസ്സ് കഴിഞ്ഞ് മാസമായി. നമ്മൾ എല്ലാ വർഷവും ഒരു 6 മാസം 5 മാസം ടൂറായിരിക്കും. പോവാത്ത ക്ഷേത്രങ്ങളോ പോവാത്ത സ്ഥലങ്ങളോ ഇല്ല. ഇവന് വേണ്ടി ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞാൽ തഞ്ചാവൂർ പോയി ഏടെന്നൊരു സംഭവം ഉണ്ട്. അറിയാമെന്ന് എനിക്കറിയത്തില്ല. അതായത് നമ്മുടെ പ്രസൻറ്റ് ജന്മം, അടുത്ത ജന്മം, പിന്നെ നാഡീശാസ്ത്രത്തിൽ ഒരു ഏടെടുക്കാൻ പറ്റും. അപ്പോൾ ഇവർ പറഞ്ഞത് ഈ ജന്മത്തിൽ അവന് 74 വയസ്സ് വരെ അവന് ആയുസ്സുണ്ട്. 74 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്നൊക്കെ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് നമ്മളെയൊക്കെ അവർ പൊട്ടന്മാരാക്കുന്നത്. ഈ 5000 രൂപ അതിന് ഒരു ഏടെടുത്ത് നമ്മൾ വായിക്കുന്നതിന് 5000 രൂപ നമ്മൾ അവന് കൊടുക്കണം. അപ്പൊ ഇതുകൊണ്ട് ഈ വിശ്വാസങ്ങൾ താല്പര്യമില്ലാതെ സത്യം ഞാൻ പറയുന്നത്. ദയവായിട്ട് നിങ്ങളുടെ എനിക്കൊരു കാര്യം പറയാനുള്ള, ഈ തഞ്ചാവൂർ എന്നൊക്കെ ഏടെടുത്ത് പല കാര്യങ്ങളും അന്ധവിശ്വാസങ്ങൾ സത്യം പറഞ്ഞാല് ഈ ജാതകം നോക്കുന്നതിലോ ജ്യോതിഷോ ഒന്നും എനിക്ക് എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ വളരെയധികം ദൈവവിശ്വാസിയായിരുന്നു, ശിവഭക്തനായിരുന്നു. എൻ്റെ ദേഹം പൊള്ളി, എൻ്റെ കയ്യിൽ ഇവൻ്റെ ചാട്ടിയുണ്ട്, നെഞ്ചി ചാട്ടിയുണ്ട്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാത്തതായിട്ട് ഒന്നുമില്ല ഈ ലോകത്ത്. എനിക്ക് ശിവനെ കഴിഞ്ഞല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ മോനെ എനിക്ക് വേറെ ഒന്നുമില്ല. ഇനി ഞാൻ ദൈവത്തിനോട് ഒറ്റ കാര്യം ചോദിച്ചോളൂ. ഇവനെ ഒരു 5 ദിവസം ഒന്ന് കിടത്തി തരാത്തന്നെ എനിക്കൊന്ന് നോക്കാൻ വേണ്ടി. ഞാൻ അത്രയും എൻ്റെ ദൈവങ്ങളോട് ഞാൻ ഒരു 5 ദിവസം എൻ്റെ മോനെ ഒന്ന് നോക്കാൻ, അവനൊന്ന് ശുശ്രൂഷിക്കാനുള്ളൊരു അവസരം തരാത്തത് ആലോചിച്ച് നോക്കിയേ. ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വന്നിരിക്കുന്ന മോനെ പിന്നെ വന്ന് ഞാൻ കാണുന്നത് വീൽ ചെയറിൽ അവൻ മരിച്ചു കിടക്കുന്നത്. പിന്നെ ഞാൻ എങ്ങനെ ദൈവത്തിനെ വിശ്വസിക്കും? ദൈവം ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്തായിരുന്നു. പിന്നെ എന്തിനാണ് നമ്മൾ ദൈവത്തിനെ വിളിക്കുന്നത്? നിങ്ങൾ എന്നെ പറയും. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം പോയി. ഇപ്പോൾ എൻ്റെ വീട്ടിൽ അവൻ പോയതിനു ശേഷം ഇതുവരെ നമ്മൾ വിളക്ക് കത്തിച്ചിട്ടില്ല. ഓ, അത് വല്ലാത്തൊരു സംഭവമല്ല. പക്ഷേ ഞാൻ ഒറ്റ ഒരു ദൈവത്തിനെ പോലും എൻ്റെ വീട്ടിൽ നിന്നെടുത്ത് മാറ്റിയിട്ടില്ല. മാറ്റത്തെ വേറെ ഒന്നും കൊണ്ടല്ല, അവരും കൂടെ കാണണം. ഇവരെയൊക്കെ ഞാൻ പൂജിച്ചൊരു വ്യക്തിയാണ്. അവർ കാണണം എൻ്റെ വീട്ടിൻ്റെ അവസ്ഥയും എൻ്റെ അവസ്ഥയും. അതുകൊണ്ട് ഒരു സാധനവും മാറ്റിയിട്ടില്ല. പക്ഷേ വിളക്ക് കത്തിക്കത്തില്ല, അമ്പലത്തിൽ പോകത്തില്ല, ദൈവത്തിനെ വിളിക്കത്തില്ല. ഇനി പോകത്തുമില്ല. ഞാൻ പോകത്തില്ല. ഞാനത് കേട്ട് ഞാൻ ചിലപ്പോൾ ഇപ്പുറത്ത് ഇരിക്കുകയായിരിക്കും. അവൻ മരിച്ചതിന് ശേഷം ഒരു 3 വർഷത്തിന് ശേഷം ഇവിടെ മുമ്പ് ഇരുന്ന് ആദ്യമായിട്ട് ഇവിടെ കരയുന്നത്. ഞാൻ കരയത്തില്ല. ഇവള് വരെ ഇപ്പോൾ ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് പോയിരുന്നു കരയാറുണ്ട്. ഇവിടെ മുമ്പിൽ ഞാൻ അതിനുശേഷം ഇന്നാ കരയുന്നത്. കാരണം കരയായിരിക്കാൻ പറ്റത്തില്ല മാഷി. കാരണം നമ്മുടെ നാളെ ഇനി എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി ദുഃഖമുണ്ട്. കാരണം ഇവൻ ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ട്യൂമറോ അങ്ങനെ എന്തെങ്കിലും ഡിസീസോ ഒന്നും മരിച്ചാൽ അതാണ് ഇവന്റെ. അല്ലെ നിങ്ങളൊന്ന് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 20-ാമത്തെ വയസ്സിലുള്ള കൊച്ചു രാവിലെ 41 ദിവസം ഒഴിച്ച് നിർമ്മാല്യം തൊഴുവാൻ പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു ഹാബിറ്റുള്ള കുട്ടിയെ കൊണ്ട് പോകാൻ പറ്റും? അല്ല, ഞാൻ തിരിച്ചൊരു ചോദിക്കട്ടെ, ദൈവത്തിന് ഇവനെ ഒന്ന് രക്ഷപ്പെടുത്തിയത് എത്ര പേരുടെ ജീവൻ രക്ഷപ്പെടുത്തിയാനല്ലേ? ഒരാളെ കിട്ടാൻ മതിയായിരുന്നല്ലോ. തീർച്ചയായിട്ടും എൻ്റെ മോന് അത് അവൻ അതുകൊണ്ടാണ് പാഷൻ തിരഞ്ഞെടുത്തത്. നമുക്ക് അവന് ആഹാരം കൊടുക്കാം അല്ലേ? ശരി, കൊടുത്തു. ഇപ്പം നമുക്കിവിടെ കഴിക്കാം. നമ്മളെല്ലാവരും ഇവിടെ ആര് വന്നാലും നമ്മൾ കൊടുക്കാറുണ്ട്. സാധാരണ രീതിയിൽ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ വരാറുണ്ട്. അവരൊക്കെ നമ്മളിവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ അവനൊരു സന്തോഷമാണ്. അതുകൊണ്ടാണ് അച്ഛനും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പോവുകയാണ്. അദ്ദേഹം മകന് വിളമ്പി വെച്ച്, ഇടയ മകനുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. ഇവൻ കഴിച്ചു തുടങ്ങിയവരുണ്ടാവും. കഴിച്ചിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് കഴിക്കാൻ തോന്നത്തുള്ളൂ. ആണോ? അവൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞ് കഴിച്ചു കഴിഞ്ഞു. ആ ഒരു പ്രസൻസ് കിട്ടും. ഇവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ അത് വിളമ്പി വെച്ചതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷം നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം സമ്മതിക്കത്തുള്ളൂ. എന്നോട് ഇവൻ മരിച്ച സമയത്ത് എന്നോട് പലരും പറഞ്ഞൊരു വേടുണ്ട്, ഇവനെ കത്തിക്കണമെന്ന് പറഞ്ഞാൽ. എൻ്റെ ബന്ധുക്കളാണ് പറഞ്ഞത്. ചേച്ചി കഴിച്ചിട്ട് അവർക്കും പോകേണ്ട സമയമായി. അല്ല, കുഴപ്പമില്ല, നമ്മൾ പോകുന്നതല്ല. ഇതൊരു വല്ലാത്തൊരു ദിവസമല്ലേ? കാര്യം നമുക്ക് ആർക്കും അനുഭവിക്കാത്ത ഒരു കാഴ്ചയാണ് കാണുന്നത്. മകനോടൊപ്പം സാധാരണ എല്ലാവരും മകൻ മരണം പെട്ടെന്ന് മറക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ നിങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുമല്ലേ? നമ്മൾ മറക്കത്തില്ല. ഞാനും ഇവിടെ ജീവിച്ചിരിക്കുന്നവരെയും ഇവിടെ വരും. പിന്നെ ഞാൻ വേറെ പറഞ്ഞു വന്ന കാര്യം, ഇവരെല്ലാം എൻ്റെ ബന്ധുക്കളെല്ലാം എന്നോട് പറഞ്ഞത് കത്തിക്കണം. നമ്മൾ ഹിന്ദുക്കളാണ്. ഹിന്ദു ആചാരപ്രകാരം കത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഒരു ഞരമ്പ് പൊട്ടിയിട്ട് ഈ ആത്മാവ് മോളിൽ പോകുന്നതാണ് പറഞ്ഞത്. പക്ഷേ എനിക്കെന്തോ എനിക്കതിനോട് പറ്റിയില്ല. എൻ്റെ മനസ്സ് അപ്പം തൊട്ട് പറയുന്നത് ഇവനെ അടക്കണമെന്നാണ്. അതിനുള്ള റീസൺ, ഇവനെ നമ്മൾ അന്ന് കത്തിച്ചിരുന്നെങ്കിൽ ആ ഒരു
ചാമ്പൽ കൊണ്ടുവന്ന് നമ്മളൊരു നദിയിൽ ഒഴുക്കി കളഞ്ഞെങ്കിൽ അതോടുകൂടി ഇവന് നമ്മളോട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഏകദേശം കുറവ്. പിന്നെ നമ്മൾ വീട്ടിൽ ഇരുന്ന് അവനെ ആലോചിക്കത്തുള്ളൂ ഫോട്ടോ എടുത്തിട്ട്. സത്യമല്ല ഞാൻ. പക്ഷേ നമ്മൾ അവനെ തിരക്കി ഇവിടെ വന്ന് അവനെ കണ്ടിട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാരണം എൻ്റെ മോനെ കണ്ടിട്ട് ഞാൻ പോകുന്നൊരു ഫീലാണ്. അതാണ് ഞാൻ അന്ന് ഇവനെ കത്തിച്ചിരുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം, ലോക മണ്ടത്തരം. സൂരജ് കൃഷ്ണ എന്ന് പറയുന്ന ഡോക്ടർ നമ്മുടെയൊക്കെ മനസ്സിൽ ജീവിക്കട്ടെ. തീർച്ചയായിട്ടും ഈ അച്ഛനും അമ്മയ്ക്കും ഇതിനൊക്കെ അതിജീവിക്കാനൊക്കെ ഉള്ള മനക്കെട്ട് കിട്ടട്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയിൽ നിന്ന് കണ്ടല്ലേ ആ മകനോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുന്ന അമ്മയുടെയും അച്ഛൻ്റെയും ആ ഇളയ മകൻ്റെയൊക്കെ കാഴ്ച നമ്മുടെയൊക്കെ മനസ്സിൽ വല്ലാത്തൊരു നൊമ്പരമാണ് തരുന്നത്.